ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ റോഡിന് അവിടെ വന്ന് നിൽക്കുകയാണ്. ഏട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും അനിയേട്ടനും പൊന്നൂസും കൂടി ഏട്ടനെ കാത്ത് നിൽക്കുകയാണ്. പക്ഷേ ഈ ഏട്ടൻ വരുന്ന വീഡിയോ വണ്ടിയിൽ കയറുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഏട്ടൻ വണ്ടി എടുത്ത് വരുന്ന വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ വണ്ടി വരുന്ന ഇത് കണ്ട പാട്ടന്നെ വണ്ടിയിൽ കയറി. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണത് തിരൂർക്കാണ്. തിരൂരിലെ വീട്ടിലാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത്. അപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ചേച്ചി കൂടി കയറിയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ചേച്ചിയും കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ള വീഡിയോയും നമുക്ക് കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വരുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞു. വീട്ടിലേക്ക് വരാനായിട്ട് വണ്ടിയിൽ കയറാൻ വന്നതാണ്. പൊന്നൂസ് ഏട്ടനൊക്കെ വണ്ടിയിൽ കയറിയിരിക്കുന്നു. ചേച്ചി അനിയട്ടെ ഒരു ഡൗട്ട് വന്നപ്പോൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന് പോയിക്കണ്, ചോദിക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി ഇവിടെ നല്ല കത്തി വയ്ക്കലാണ്. അപ്പോൾ അനിയട്ടെ എല്ലാം ചോദിച്ചറിഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് വരുന്നുണ്ട്. പൊന്നൂസാണെങ്കിൽ അനിയട്ടൻ വരുമ്പോഴത്തേന് വേഗം ഫ്രണ്ടിൽ കയറിയിരുന്നതാണ്. അനിയട്ടൻ വന്ന് ഫ്രണ്ടിലിരിക്കുമ്പോഴത്തേന് അവനിരിക്കണം എന്ന് വിചാരിച്ചിട്ട് വേഗം ചാടി കയറിയിരുന്നതാണ് പൊന്നൂസ്. അച്ഛൻ വന്നപ്പോൾ പിന്നെ അവൻ്റെ പ്ലാനിങ് ഒന്നും നടന്നില്ല കേട്ടോ. വേഗം പിന്നെ അച്ഛൻ കയറുന്നുണ്ടോ പിന്നെ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു. പ്ലാനിങ് ഒന്നും നടന്നില്ല. പിന്നെ നമ്മൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അതൊക്കെ ജമാല് ഉണ്ടായിരുന്നല്ലോ. വണ്ടി ഓടിക്കുന്നതിൻ്റെ മൂത്ത ഏട്ടനാണ് കേട്ടോ. എനിക്ക് 2 ഏട്ടന്മാരും 2 ചേച്ചിമാരാണുള്ളത്. ഞങ്ങൾ 5 മക്കളാണ്. ഞാൻ 5ാമത്തെ കുട്ടിയാണ്. അങ്ങനെ നമ്മൾ വന്ന് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കടൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ കൂടെ വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ കടൻ്റെ അവിടെ വണ്ടി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചിയുടെ സ്കൂട്ടി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചേച്ചിയുടെ ചേട്ടൻ്റെ കടൻ്റെ അവിടെ എത്തിക്കുന്നു. അപ്പം ആദ്യം ചേച്ചി വണ്ടിയെ ചേട്ടന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ കൂടെ തന്നെ വരാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ചേട്ടനവിടെ ഉണ്ടായിരുന്നു. ചേച്ചീനെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. പൊന്നൂസാണെങ്കിൽ ഫ്രണ്ടിലിരുന്നിട്ട് നല്ല ഉറക്കമാണ്. അവന് പൊതുവേ ഇപ്പോഴതിന് ശേഷം അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്താവോ പെട്ടെന്ന് ആൾ ഉറങ്ങിയിരിക്കുന്നു. വീടെത്താറായിരിക്കുന്നു. അപ്പോൾ അനിയേട്ടൻ അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഏട്ടനാണെങ്കിൽ അപ്പോൾ അവൻ എഴുന്നേറ്റപ്പോൾ കളിയാക്കുകയാണ്. ഉറങ്ങിയതിനെ പറ്റി പറഞ്ഞിട്ട് അവനെ നല്ല കളിയാക്കുകയാണ് ഏട്ടൻ. അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ തിരിച്ചെത്തിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.